ഇന്ന് എൻ്റെ കൂടെ ചിറ്റ്ചാറ്റിലുള്ളത് കാനഡയിൽ നിന്നും ദിനുവാണ്. ദിനൊരു IT പ്രൊഫഷണലാണ്. കാനഡ വർക്ക് ചെയ്യുന്നു. യൂറോപ്പിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, അവർ ഡോക്ടറാണ്. ഇപ്പോൾ ദിനുവായിട്ട് സംസാരിക്കുന്നത് ഈ ഗ്ലോബലായിട്ട് IT ബിസിനസ് ഇന്ത്യയുമായിട്ടുള്ള സംഭവം, രണ്ടാമത് നിയർ ഷോർ AI എത്രമാത്രം IT ഇൻഡസ്ട്രിയെ ബാധിക്കും, അതേപോലെ ഗ്ലോബലായിട്ടുള്ള ഇൻഡോ അമേരിക്ക റിലേഷൻ IT ബാധിക്കും. ഇതൊക്കെ ആയിരിക്കും ടോപ്പിക്ക്. ഇതിന് നമസ്കാരം. ഇതിന് ഇപ്പം ഇന്ത്യൻ മീഡിയ പലതും ഈ പല കാര്യങ്ങളും പറയുന്നില്ല. ഇപ്പോൾ H1Bയുടെ വിസയുടെ കാര്യത്തിൽ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാകുമെന്ന് ആദ്യം ഇന്ത്യൻ മീഡിയ പറഞ്ഞില്ല. പക്ഷേ ഞാൻ അതിൻ്റെ പൊട്ടൻഷ്യൽ സാധ്യതകളൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഗ്ലോബലായിട്ടുള്ള ഈ ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ ഇത് പ്രശ്നം ഉണ്ടാകും. പിന്നീട് ഇപ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഇത് പറയുന്നത് H1B വിസ ഹാർഡ്ഷിപ്പാണ്, അവർക്ക് ഇന്ത്യ തിരിച്ചു പോകാൻ പറ്റുന്നില്ല. പിന്നെ ആ ഒരു സമയത്ത് H1B വിസയുടെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റൊക്കെ പറഞ്ഞു, ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ പറഞ്ഞു, എല്ലാവർക്കും ഇനി കാനഡയിൽ ഓപ്പൺ ചെയ്തു തരും. ബേസിക്കലി കാനഡ എന്ത് ഓപ്പൺ ചെയ്യുന്നത്? ഇപ്പൊ കാനഡയിൽ നമ്മൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ തന്നെ ജോബ് മാർക്കറ്റ് വളരെ എന്താ പറയുക, ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. കാരണം ഈ ഇവിടെ തന്നെ ഇപ്പൊ ഈ ടാരിഫിന്റെ ഇഷ്യൂസ് കാരണം കാനഡയും US തമ്മിലുള്ള ഇഷ്യൂസ് കാരണം ഇവിടെ പല സെക്ടറും ഇവിടെ അഫക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ ഒരുപാട് പേരെ ഇപ്പം ഇവിടുന്ന് എന്താ പറയുന്നത്, കുറെ പേര് മടക്കി അയക്കുന്നു. അപ്പം ഇപ്പൊ ഈ കാനഡ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ രാജ്യത്തിന് അങ്ങനെ ഈ പറയുന്ന H1Bയുടെ റേഷ്യോ എന്ന് പറയുന്നത് വളരെ വലുതാണ്. US ആൾക്കാരുടെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അതൊന്നും ഒരു കാരണവശാലും കാനഡയെ പോലെ രാജ്യത്തിനൊന്നും കേറ്റർ ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ആൾക്കാരെ ഒന്നും. അല്ല, ഇത്രയും വേക്കൻസി എവിടെ ഉള്ളത്? ഇത്രയും ഓപ്പർച്യൂണിറ്റി എവിടെ ഉള്ളത്? ക്വസ്റ്റ്യൻ ഇത് എവിടെ ഈ ഓപ്പർച്യൂണിറ്റി ഉള്ളത്? കാരണം ഏകദേശം H1B വിസയുടെ എണ്ണം എടുക്കുവാണെങ്കിൽ തന്നെ ഏകദേശം 5,40,000 ഇന്ത്യക്കാരാ ഉള്ളത്. ഗ്രീൻ കാർഡ് എടുക്കുവാണെങ്കിൽ ഏകദേശം 6 ലക്ഷം ഇന്ത്യക്കാരാ ഉള്ളത്. അപ്പൊ എവിടെ ഓപ്പർച്യൂണിറ്റി എവിടെ ഇത്? ഇതൊന്നും ഒരിക്കലും ഇപ്പം ഒരു രാജ്യം വിചാരിച്ചതിലൊന്നും ഇതൊന്നും സോൾവ് ചെയ്യാൻ പറ്റുന്ന കേസൊന്നും അല്ല. ഇതിനൊരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഒന്നും ഒരിക്കലും US പാരലായിട്ട് ഒരു അക്കോമഡേറ്റ് ചെയ്യാൻ ലോകത്ത് ഒരു രാജ്യവും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. അതാണ് റിയാലിറ്റി, അതാണ് കറക്റ്റ് ആയിട്ടുള്ള. ഒരു രാജ്യത്തിനും അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും ഇല്ല. ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പം മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഇവര് പറയുന്നു ഈ US ഈ H1B ടെക്കികളെ കുറച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ കാനഡ ഗവൺമെന്റ് എന്തോ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാല് അത് ഈ പ്രൊപ്പോർഷന്റെ ഒക്കെ വെറും 1% ഒക്കെ കാണത്തുള്ളൂ. ഈ എന്താ പറയുക, ഒരു 5,000 to 10,000 ഒക്കെ ആയിരിക്കും മാക്സിമം. നമ്മൾ ഈ പറയുന്ന നമ്പർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനൊന്നും പരിഹാരമൊന്നും അല്ല. ഇത് ഇന്ത്യ ഗവൺമെന്റും US തമ്മിൽ എന്താ ഈ ഇഷ്യൂ റിസോൾവ് ചെയ്യാതൊന്നും ഇതിൽ നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കാനഡ ഒന്നും അല്ല, ഒരിക്കലും അല്ല. അതുപോലെ പിന്നെ പല റിപ്പോർട്ടുകൾ വരുന്ന കാനഡ ഏകദേശം അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുന്നത്. അതിലേറ്റവും കൂടുതൽ ഇപ്പം മെക്സിക്കനും കാനഡയുമായിട്ട് റിലേഷൻഷിപ്പ് വേറെ, കാരണം അവർ ബോർഡറാണ് ബേസിക്കലി. അപ്പം അതിനകത്ത് മെക്സിക്കോ കാനഡ റിലേഷൻ അതിൻ്റെ അത് പറയുന്നുണ്ട്, അവരെ ബോർഡറിൽ കൊണ്ട് അവരെ താമസിപ്പിച്ചിട്ട് ആവശ്യമുള്ള ആൾക്കാരെ ഇങ്ങോട്ട് എടുക്കാം, ബാക്കിയുള്ളവരെ ആവശ്യം അനുസരിച്ച് ഇങ്ങോട്ട് എടുക്കാം, അത് കഴിഞ്ഞ് അങ്ങോട്ട് വിടാം. അതായത് നേരത്തെ US മെക്സിക്കോയും തമ്മിൽ ധാരണയുണ്ട്, കൃഷി സമയത്ത് അങ്ങോട്ട് വരിക, അതിനുശേഷം തിരിച്ചു പോവുക. അപ്പം അങ്ങനെ പ്ലാനാണ്. പക്ഷേ ഇന്ത്യക്കാരെ അങ്ങനെ അല്ല ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഡീപ്പോർട്ട് ചെയ്യുക. അതെങ്ങനെയാണ്? അപ്പം അത് മീഡിയയിലൊന്നും പറയാതാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കാരണം വളരെ രഹസ്യമായിട്ട് അജണ്ടയെ കൂടെ ആൾക്കാരെ പിക്ക് ചെയ്യുന്നു, എടുക്കുന്നു, ദൂരെ കളയുന്നു. ഇത്രമാത്രം ഇന്ത്യക്കാരെ വെറുപ്പുണ്ടാകാൻ കാരണം എന്താ കാനഡയിൽ? അത് ഇന്ത്യക്കാരുടെ കയ്യിലിരിപ്പ് ഒരു സൈഡില്, ഈ സിസ്റ്റത്തെ കുറെയൊക്കെ കറപ്റ്റഡ് ആക്കി എന്നുള്ളതാണ് സത്യം. കാരണം കണ്ടമാനം ഈ എന്താ പറയുന്നത്, ഇവിടെ തന്നെ ഇപ്പൊ എഡ്യൂക്കേഷൻ തന്നെ ഒരുപാട് കറപ്ഷൻ അതിൽ തന്നെ വന്നിട്ട്, നമ്മളിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഈ ബേസിക് ഇംഗ്ലീഷ് പോലും അറിയാൻ വയ്യാത്ത കുറെ ഇന്ത്യൻസിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ തന്നെ അതിശയിച്ചു ഇവരൊക്കെ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത്.
കുറെ കറപ്റ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമാസ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി എന്നല്ല കോളേജുകൾ, ഒരു വാല്യൂ ഇല്ലാത്ത കുറെ കോളേജുകൾ, ഇതൊക്കെ ഇപ്പൊ ഈ അടുത്തിടച്ച് ഇതെല്ലാം പൂട്ടിപ്പോയി, കുറെ എണ്ണം പൂട്ടിപ്പോയി ഈ അടുത്ത ഈ ഒരു ഇഷ്യൂസ് ഒക്കെ കാരണം. കാരണം 80% കാനഡ ഈ എഡ്യൂക്കേഷനോടുള്ള വിസ, ഇന്ത്യൻ വിസ റിജക്ട് ചെയ്തിരിക്കുന്നത് 80%. നാച്ചുറലി ഇത് അടച്ചു പൂട്ടും. പിന്നെ ഈ പറയുന്നവരുണ്ട്, എനിക്ക് ചില മീഡിയയിലൊക്കെ വായിച്ചു, ഇന്ത്യ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ, ഈ പറയുന്ന ആൾക്കാർ അവിടെ കൊടുക്കുന്ന ഫീസ് കൊണ്ടാണ് അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? അത്രമാത്രം മോശമായ രാജ്യമാണ് ഈ കാനഡ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ചുമ്മാതെ ഓരോ എന്താ പറയുന്നത്, ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത് ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ കാശ് കൊണ്ടൊന്നും ഓടുന്ന ഒരു എക്കണോമി ഒന്നും അല്ല കാനഡ എന്ന് പറഞ്ഞ രാജ്യം. പക്ഷെ അത് തീർച്ചയായിട്ടും ഇവർക്കൊരു റവന്യൂ സ്ട്രീമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിപ്പോ ഒരു പരിധിക്ക് മുകളിലോട്ട് അത് ആ സിസ്റ്റം കറപ്റ്റഡായി, കുറെ ആൾക്കാർ അതിനെ യൂട്ടിലൈസ് ചെയ്യും. ഇവിടെ ഒരുപാട് പഴുതുകൾ വെച്ച് കട്ടമാനം ലോ പ്രൊഫൈലുള്ള ആൾക്കാരൊക്കെ ഇവിടെ കയറി വന്നിട്ട്, അതായത് ഈ രാജ്യത്തിന് വേണ്ട ഒരു ക്രൗഡ് അല്ല ഇപ്പൊ ഇവിടെ. അതാണ് ഇവര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. അതായത് ഇവർക്ക് ലേബർ ഷോർട്ടേജ് ഉണ്ട്, പ്രത്യേകിച്ച് ഇപ്പൊ ഈ ടെക്നിക്കൽ IT സ്കില്ലിലൊക്കെ ഇവർക്ക് ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ നിൽക്കുന്ന ഒരു ക്രൗഡ് അങ്ങനത്തെ അല്ല. ഇന്ത്യൻസ് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, ഇപ്പൊ വേറെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ കണ്ടമാനം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ക്രൗഡിനെ അല്ല അവർ നോക്കുന്നത്. സോ ഇവരിവിടെ വന്ന് ഈ രാജ്യത്തിന്റെ ബെനിഫിറ്റ്സ് എല്ലാം പിടിച്ചു വെച്ചുവാണ്. അതായത് വന്നിട്ട് ഈ രാജ്യം കണ്ടമാനം ബെനിഫിറ്റ്സ്, ഇപ്പൊ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് മാസം ഇത്ര രൂപ വെച്ചിട്ട് ഗവൺമെന്റിന്റെ വക ഇത്ര എമൗണ്ട് വെച്ചിട്ട്, അങ്ങനെ ഓരോന്നിനും ഓരോ ബെനിഫിറ്റ് ഈ അൺസ്കിൽഡ് ആയിട്ടുള്ളവർ വന്നിട്ട് ഈ രാജ്യത്തിന്റെ ബെനിഫിറ്റ്സ് കൊണ്ടുപോവാണ്. അപ്പൊ അത് ഇപ്പൊ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ബിയോണ്ട് എ പോയിന്റ് അവർ ഇപ്പം റിയലൈസ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ട ഒരു ക്രൗഡ് അല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ മാക്സിമം ഡീപ്പോർട്ടേഷൻ അവരിപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അതിനകത്ത് കുറെ അൺഫോർച്ചുനേറ്റ്ലി കുറെ ഇന്ത്യൻസ് ആണ് ഉള്ളത്, കണ്ടമാനം പേര് ഇന്ത്യൻസും ഇല്ലീഗലി ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാം, അതായത് ഈ പീരീഡ് കഴിഞ്ഞും പോകാത്ത ആൾക്കാരുണ്ട്, ഇവരെല്ലാം മടക്കി വയ്ക്കുക എന്നുള്ള അതിനൊരു ബഡ്ജറ്റ് തന്നെ ഇപ്പൊ കേരള ഗവൺമെന്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് 30 മില്യൺ ആണ് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. അതെ. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ അവരിപ്പോ അതാണ് അടുത്ത 2-3 വർഷം ഈ ഒരു ട്രെൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കണ്ടമാനം റിട്ടേൺസ് കാണും. താങ്കൾ ഇവിടുത്തെ ഇന്ത്യൻ IT വർക്ക് ചെയ്തിട്ടുണ്ട്, UK വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഫ്യൂച്ചറിലുള്ള AI-യും IT-യും തമ്മിലുള്ള ഈ സംഭവത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതായത് ഹ്യൂമനോയിഡ്, അതായത് AI റോബോട്ടുകൾ പലതും ഏറ്റെടുക്കും. അതേപോലെ തന്നെ IT-യുടെ പല ബേസ് ജോലികളും ഇല്ലാതാകും AI. കാരണം ആമസോണിൻ്റെ പുതിയ AI-യുടെ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഹൈലി റവല്യൂഷനൈസ്ഡ് ആണ് ഇത് പറഞ്ഞേക്കുന്നത്. ഒരു ഓഫീസ് മാനേജർ ചെയ്യുന്ന ജോലിയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇത് എത്രമാത്രം IT-യെ ബാധിക്കുമെന്നായി പറയുന്നത്? ഇതിനൊരു 2 സൈഡ് ഉണ്ട് മതിച്ച. അത് ഒന്ന്, ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡും കാണുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇത് നമ്മളെ ബാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുറെ ഈ ബേസിക് ആയിട്ടുള്ള കുറെ ജോബ്സിന് ഇതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇപ്പൊ ഒരു പ്രോജക്ടറിനെ എടുക്കുവാണെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കുറെ റോൾസ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ AI യൂസ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ആ ജോബിലൊക്കെ നിൽക്കുന്ന കണ്ടമാനം ജോബ്സിനെ ഈ AI വരുന്നതോടുകൂടി റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് സ്വാഭാവികമായിട്ടും ഓഫ് ഷോർ എന്ന് പറയുന്ന ഏറ്റവും വലിയത് ഇന്ത്യയാണ്. വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഓഫ് ഷോർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ചിൽ ആൾക്കാർ നിൽപ്പുണ്ട്. ഒരു പ്രോജക്റ്റിൽ തന്നെ ചിലപ്പോൾ 2 പേരെ ആവശ്യമുള്ളിടത്ത് 6 പേരെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്ലയന്റിനെ കാണിക്കാനാണ്, ബില്ല് ചെയ്യുമ്പോൾ ഹെഡ് കൗണ്ട് ഇത്രയും പേര് ഈ പ്രോജക്റ്റിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഫ് ഷോർ കമ്പനികളെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുക. കാരണം AI കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് മെയിൻലി പല കാര്യങ്ങളും ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും AI റീപ്ലേസ് ചെയ്യും. അതായത് നമ്മുടെ ഹ്യൂമൻസ് ഇപ്പൊ 2 പേര് ഒരു 5 പേര് ചെയ്യുന്ന കാര്യം ഒരാളാക്കി അത് മാറ്റും. ബാക്കി 4 പേരെ ജോലി ത്രൂ AI അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമ്പോൾ അത് കമ്പനിക്കും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് അത്തരം കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ കാനഡയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ റീസെന്റ് ഒരു 2 വീക്സ് ബാക്ക് ആണെന്ന് തോന്നുന്നു മൈക്രോസോഫ്റ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അറൌണ്ട് $20 billion എന്തോ AI ഹബ്ബ് കാനഡയിൽ അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സംഭവം. പക്ഷെ AI-യോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം, ഇപ്പൊ ഇന്ത്യയിൽ ഞാൻ കാണുന്ന ഒരു പൊട്ടൻഷ്യൽ, ഇന്ത്യക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് IT സെക്ടറിൽ ഞാൻ കാണുന്നത് ഒരു നിയർ ഷോർ കോൺസെപ്റ്റ് ആണ്. അതായത് ഇപ്പൊ ഇവിടെ പല കമ്പനികളും, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഇപ്പോഴത്തെ കമ്പനി അടക്കമാണ് ഞാൻ പറയുന്നത്,
കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഇവർ കണ്ടമാനം ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. കാനഡ ഒരു ഹബ്ബായിട്ട് അവർ മാറ്റുകയാണ്. ബേസിക്കലി പൊട്ടൻഷ്യൽ ക്ലയൻസ് US-ലായിരിക്കും, പക്ഷെ അവർക്ക് ഈ സെയിം ടൈം സോണിന്റെ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് ഇവിടെ അവർ ആൾക്കാരെ കൂടുതൽ ഹയർ ചെയ്യുന്നു. അതുവഴി അവർക്ക് ഇവൻ മെക്സിക്കോയും ഒരു ഡെസ്റ്റിനേഷൻ ആണ്. കാരണം വേജ് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് മെക്സിക്കോ കാനഡയൊക്കെ വേ ബിഹൈൻഡ് ആണ് കമ്പയർഡ് ടു US സ്റ്റാൻഡേർഡ്സ്. അപ്പൊ അവർക്ക് ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഈ പറയുന്ന പോലെ ഒരു ഓഫ് ഷോർ ടീമിനേക്കാൾ ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇവിടെ അവർക്ക് ഒരു ഫുൾ പ്രോജക്ട് ടീമിനെ കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വർക്ക് ഓൺ ടൈമിൽ നടക്കും. ക്ലയന്റിന് ഓൺ കോളിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഈ കാനഡയുടെ ഒക്കെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റ് വിസിറ്റ്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ക്ലയന്റിനെ നേരിട്ട് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും വളരെ ഈസിയാണ്. ഇന്ത്യ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ H1B ആയിരുന്നു അതിനൊക്കെ ഉള്ള ഒരു വലിയൊരു ബ്രിഡ്ജ്. അവിടെയാണ് ഇപ്പൊ ഈ അൺസർട്ടനിറ്റി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അതായത് നിയർ ഷോർ എന്ന് പറയുന്നത് ശരിക്കും മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ടോ, അതാണ് പറയുന്നത്? ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്കറിയാവുന്ന ഇപ്പൊ ഒരു കമ്പനിയുടെ പേര് പറയാം, അക്സെഞ്ചർ. ഒരു എക്സാമ്പിൾ പറയാം. അവരിപ്പോ കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് എനിക്കറിയാവുന്ന ഒരു ഡിവിഷൻ, അത് ടെക്സസിലാണ് ആ ഡിവിഷന്റെ ഹെഡ് ഓഫീസ് അക്സെഞ്ചറിന്റെ. പക്ഷെ അവർ ഇവിടെ ഒരു 150 പേരെയോളം അവർ ഹയർ ചെയ്തു കഴിഞ്ഞ ഒരു 1.5 ഇയർ സ്പാനിൽ. അതിൽ ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ അവർ ഹയർ ചെയ്യുന്നത്. അപ്പം മെയിൻലി ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്, വേജിൽ അവർക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, 3 ടൈംസും. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഈ വിസ റെഗുലേഷൻസോ അങ്ങനത്തെ ഹേർഡിൽസ് ഒന്നുമില്ല. ഇവർക്ക് എപ്പോ വേണേലും US-ൽ പോകാം. അപ്പൊ അത് ഒരു പൊട്ടൻഷ്യലി അമേരിക്കയുടെ അല്ല ത്രെട്ട്. അമേരിക്കയുടെ പോലെ അത്ര സാലറിയും കൊടുക്കണ്ട. പിന്നെ ഇതിന്റെ ഒരു ഇഷ്യൂ വരുന്നത് ലോങ് റണ്ണില്. അതായത് ഇപ്പൊ ഈസ്റ്റേൺ യൂറോപ്പ് ഒക്കെ ഇതിന്റെ ഒരു പരിധി വരുന്ന സംഭവങ്ങളാണ്. അത് ഞാൻ കണ്ടു. പല ആൾക്കാർ ഇപ്പം ചെക്ക് ആണെങ്കിലും പോളണ്ട് ആണെങ്കിലും മറ്റുള്ള ഈ രാജ്യങ്ങളിലോട്ടൊക്കെ എനിക്കറിയുന്ന പല ഫ്രണ്ട്സിന്റെ മക്കളൊക്കെ ബാംഗ്ലൂരും പൂനെയിലും ഒക്കെ ജോലി ചെയ്ത് അവരെല്ലാം ഈ പറയുന്ന രാജ്യങ്ങളിലോട്ട് പോയി. കാരണം അത് നിയർ ഷോർ ആണ് ബേസിക്കലി. അപ്പൊ അത് ഒരു ലോങ് റണ്ണില് ഇങ്ങനെ പോയാൽ സ്വാഭാവികമായിട്ടും അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് നമ്മളെ തന്നെ. ഈ ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഇന്ത്യയാണ്, അല്ലാതെ ബാക്കി പറയുന്നതൊക്കെ വെറും നെയിം സേക്കിനേ ഉള്ളൂ. അത് ഒരു പൊട്ടൻഷ്യൽ നമുക്കൊരു ഇത് തന്നെയാണ്. ഞാൻ വേറെ ആരും ഇതിനോട് ചോദിക്കട്ടെ. ഇപ്പം IT എന്ന് പറഞ്ഞ ചില മിടുമിടുക്കന്മാരുണ്ട്, കഴിവുള്ളവരുണ്ട്, പ്രോജക്റ്റിന്റെ ഹെഡുകളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ മാൻ പവർ എന്ന് പറയുന്നത് ഈ ഡാറ്റ അനാലിസിസ് അതും ഇതും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പം അവർക്ക് വേണ്ടിയാണ് ഇൻഫോസിസ് ഒരു സ്കൂളൊക്കെ ഉണ്ടാക്കി മൈസൂരിൽ വെച്ചു. അതിന് ഇപ്പോഴും ആളിനെ എടുക്കുന്നില്ല, കാരണം അവർക്ക് ജോബില്ല. അത് പലയിടത്തും ആൾക്കാരെ അവർക്ക് എടുക്കുന്നില്ല, കാരണം അത് കട്ട് ഷോർട്ട് ചെയ്തു മാൻ പവർ. ബേസിക്കലി ഇതെല്ലാം കണ്ടിട്ടാണോ അവർ ഈ മാൻ പവർ കട്ട് ഷോർട്ട് ചെയ്തിരിക്കുന്നത്, കട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത്? അതെ. ഈ അൺസർട്ടനിറ്റിയിൽ ഒരു കാരണം ഇത് യുഎസ് ആണ് ഏറ്റവും വലിയ മാർക്കറ്റ് IT സംബന്ധിച്ച്. വേറെ ഒരു പാരലൽ മാർക്കറ്റും ഇല്ല. ഇപ്പൊ യൂറോപ്പ് എന്നൊന്നും പറഞ്ഞാലൊന്നും ഇത്രയും പൊട്ടൻഷ്യലായ ക്ലയൻസ് ഒന്നും ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ US-ഉം വെച്ചൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഇൻഫോസിസ് എന്നല്ല, എല്ലാ ബിഗ് ടെക് ജയന്റ്സ് ഇന്ത്യയിലുള്ള ഇവരുടെ എല്ലാം ഒരു വലിയ പ്രതീക്ഷയാണ് US. അപ്പൊ ആ ഒരു റിലേഷൻ നേരെയാവാതെ ഇവർക്ക് വലിയ രീതിയിൽ ഒരു ഗ്യാപ്ലിംഗും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് എത്രയും പെട്ടെന്ന് റിസോൾവ് ചെയ്യാന്നുള്ളതാണ്, അല്ലാതെ ഇതിനകത്ത് വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. അതേപോലെ തന്നെ ഈ വരാനുള്ള ഫ്യൂച്ചറിൽ വരാനുള്ള 10 വർഷം കഴിയുമ്പോൾ പല ആൾക്കാരും പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് AI ആണെങ്കിലും മറ്റുള്ള സംഭവങ്ങളാണെങ്കിലും അമേരിക്കയുടെ പല പോളിസീസും ചേഞ്ചസ് ഉണ്ടാകുന്നു, അവർക്കുള്ളവർ ജോലി കൂടുതൽ കൊടുക്കണം. ഇപ്പം ഇന്ത്യയിലെ IT ഡ്രീം എന്ന് പറയുന്നത് കം ഡൗൺ ചെയ്യുമോ? പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇപ്പൊ നമുക്കത് കാണാൻ പറ്റും. ആ ഒരു ഷിഫ്റ്റ് ഗ്ലോബലി കാണാൻ പറ്റും. US-ൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഓരോ ക്ലയന്റ് നമ്മൾ നോക്കുമ്പം ഒരു പ്രോജക്റ്റിൽ തന്നെ ചിലപ്പോൾ 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 7 പേര് ഇന്ത്യൻസ് ആയിരിക്കും, ബാക്കി ഒരു 3 പേരെ കാണും വേറെ നാഷണാലിറ്റീസ്. പലപ്പോഴും എനിക്ക് തന്നെ അത് പലപ്പോഴും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ക്ലയൻസ് ഓൾവേസ് ദേ ലുക്ക് ഫോർ ആൻ ഓൾട്ടർനേറ്റീവ്. കാരണം അവർക്ക് എപ്പോഴും കിട്ടുന്ന ചോയ്സ് ഇന്ത്യൻസുമായിട്ട് ഡീൽ ചെയ്യാനാ പ്രോജക്റ്റില്. അപ്പൊ അവർക്ക് വേറൊരു നാഷണാലിറ്റിയെ പാരലായിട്ട് കിട്ടുമ്പം അവര് അതൊരു വെൽക്കമിങ് ആയിട്ടാണ്. അത് ഗ്ലോബലി ഒരു ട്രെൻഡ് ഇപ്പൊ അങ്ങനെ ഉണ്ട്.
അപ്പൊ അത് ഓൺ ദ ലോങ് റൺ തീർച്ചയായിട്ടും ഈ പറയുന്ന നാഷണൽ ഈ എന്താ യു എസിലാണെങ്കിലും ഇപ്പം അവിടുത്തെ നാഷണാലിറ്റീസിന് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ ഗ്ലോബലി ഇത് നമുക്ക് ഇന്ത്യൻസിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പതുക്കെ പതുക്കെ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. ഓൺ ദ റൺ ഓൺ ദ ഗോ അത് ഉണ്ടാകും അത്. അതേപോലെ തന്നെ കാനഡയിലും ഈ കാരണം അവിടെയും ജോബിൻ്റെ ഇഷ്യൂസ് വരാൻ തുടങ്ങി. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് പഴയ കാനഡയൊന്നുമില്ല. ഇപ്പോൾ ഒരു ജോബ് ഷോർട്ടേജും ആ സംഭവങ്ങളും അൺഎംപ്ലോയ്മെൻറ്റും ഒക്കെ വളരെ കൂടുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾ അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഈ പറയുന്ന നേരത്തെ ആ ക്വസ്റ്റ്യൻ വീണ്ടും അത് റീഫ്രൈസ് ചെയ്യുകയാണ്. ബേസിക്കലി അത് ഈ IT എന്ന് പറയുന്ന ഒരു ഡ്രീം പ്രൊഫഷൻ, അതായത് അമേരിക്ക എന്ന് പറഞ്ഞൊരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് അമേരിക്കൻ ഡ്രീംസ് എന്ന് പറയുന്നത്. അതേപോലെ IT ഡ്രീംസിൽ ഇങ്ങനെ അമേരിക്കയിൽ പോകാം, അവിടെ ജോലി ചെയ്യാം, അത് സംഭവങ്ങൾ ഇല്ലാതാകുന്നു എന്നാണോ താങ്കളുടെ ഒരു? അതിന്ന് നമ്മള് അതിന്ന് മീൻസ് നമ്മൾ തന്നെ ഗ്രോ ചെയ്യേണ്ട സമയമായി. കാരണം നമ്മളെല്ലാം ഇപ്പൊ ചൈന ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചൈനയെ സംബന്ധിച്ച് ചൈന അവര് ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി, അവർക്ക് ഇപ്പൊ ഫുള്ളി അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹെവിലി ഈ IT സെക്ടറിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറയുന്നത് ഹെവിലി റിലയബിൾ ആണ്. കാരണം ഇപ്പൊ US എക്കണോമിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഉടനെ ഡയറക്റ്റ് ഹിറ്റ് ആണ് ഇന്ത്യയിൽ. അത് കാരണം അവിടെ ട്രഷറിയിൽ ഒരു 0.5%, 0.1% ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ കഴിഞ്ഞ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് റിഫ്ലക്ട് ചെയ്യുക. അതാണ് ഇതിന് നമ്മൾ മാറി ഈ അമേരിക്കൻ ഡ്രീം എന്നുള്ളതിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കും. അതായത് ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷനും ഇന്ത്യയുടേതായ പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. കാരണം നമുക്ക് ഈ അമേരിക്കൻ ഡ്രീമുമായിട്ട് ലോങ് റണ്ണിലൊന്നും പോകാൻ പറ്റത്തില്ല. ഹാവിങ് സെഡ് ദാറ്റ്, ഒബ്വിയസ്ലി അമേരിക്ക ഒരു വലിയ ഫാക്ടറാണ്, ഇന്ത്യക്ക് ഇന്ന് ആവശ്യമാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഈ അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞാൽ പഴയ കോൺസെപ്റ്റിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയമായി. ഈ അമേരിക്കൻ ഡ്രീം പോലെ ടെക്കി ആയ താങ്കൾ കനേഡിയൻ ഡ്രീം ഈ സംഭവം ഉണ്ടോ? ബേസിക്കലി അമേരിക്കൻ ഡ്രീമിന്റെ അത്രയും പ്രോസ്പെക്ട്സും ഒക്കെ അമേരിക്ക വെച്ച് നമുക്ക് കാനഡ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അമേരിക്ക എക്കണോമി വൈസ് ദേ ആർ വേ ഹെഡ്. അവരുടെ അത്ര ഇൻഡസ്ട്രീസ് ഒന്നും കാനഡയിൽ ഇല്ല. പിന്നെ കാനഡ എന്ന് പറയുന്നത് ഹെവിലി റിലയബിൾ ആണ് USA. സപ്ലൈ ചെയിൻ ആണെങ്കിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം US ഡിപ്പെൻഡന്റ് ആണ് എല്ലാം. ഇവര് റോ മെറ്റീരിയൽസ്, ഇപ്പൊ കാനഡ എന്ന് പറഞ്ഞാൽ ആസ് എ കൺട്രി ഇവര് ദേ ആർ റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്. പക്ഷെ ഇത് ടാപ്പ് ചെയ്യുന്നത് മൊത്തം USA ആണ്. ഇവരുടെ ഓയിലും ഇവരുടെ ടിമ്പറും എല്ലാം USA ആണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് തിരിച്ച് കാനഡയ്ക്ക് തന്നെ അത് ഫിനിഷ് പ്രോഡക്റ്റ് ആയിട്ട് തിരിച്ചു വിൽക്കും. അപ്പൊ ഇത് ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കനേഡിയൻസ് അത് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല ഓൺ ദ ഗോ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ USA ആണ് വേ ഹെഡ്. നമുക്കിപ്പോ കനേഡിയൻ ഡ്രീം എന്ന് പറയാനൊന്നുമില്ല. ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അല്ല അമേരിക്കയ്ക്ക് ഒരു ഡ്രീം ഉണ്ട്. അമേരിക്ക പോകുന്നൊരു ഇന്ത്യക്കാരനാണെങ്കിൽ അമേരിക്കൻസ്, അപ്പോൾ അമേരിക്കൻ ഒരു ഡ്രീമിലാണ് അവരെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പം യൂറോപ്പിൽ നിന്നുള്ളവർ അമേരിക്കയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അമേരിക്കൻ ഡ്രീമുണ്ട്. അത് സത്യം, അത് ഈ നമ്മളത് ചലഞ്ച് ചെയ്തിട്ട് കാര്യമൊരു സംഭവം തന്നെയാണത്. ഇപ്പം കാനഡയിൽ പോയി IT ചെയ്യുന്നതും അമേരിക്കയിൽ പോയി IT ടെക്കി ആവുന്ന അവൻ്റെ ഗ്രോത്തും പിന്നെ അവൻ സ്റ്റാർട്ടപ്പ് അവിടെ കിട്ടുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി, അതായത് ഒരു സപ്പോർട്ട്, അതൊക്കെ ഈ കാനഡയിൽ അവൈലബിൾ ആണ്. അത്രയൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. നമുക്ക് ഇപ്പൊ ഇന്ത്യൻ എക്കോസിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ് കാനഡ. ഇവിടെ ഇപ്പൊ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിലും നമുക്ക് തുടങ്ങാനായിട്ടുള്ള എല്ലാവിധ ഇനിഷ്യേറ്റീവ് ഗവൺമെന്റിന്റെ സൈഡിൽ നമുക്ക് ആ ഹെൽപ്പ് ഒക്കെ കിട്ടും. അതൊക്കെ ഇവിടെ കുറച്ചും കൂടെ ഒരു R&Dക്ക് സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന രാജ്യമാണ് കാനഡയും US എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും US ഒന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം US എക്കണോമി ഈസ് മച്ച് ബിഗർ. അവിടെ അല്ല ദിനു അപ്പം യൂറോപ്പിലും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അമേരിക്കൻ സംഭവം എങ്ങനെയാണ്? യൂറോപ്പിൽ ഇപ്പൊ ഞാൻ ജർമ്മനിയിലായിരുന്നു. അപ്പം ഇപ്പൊ ജർമ്മൻ സ്റ്റാൻഡേർഡ് ജർമ്മൻ കൾച്ചർ എന്ന് പറയുന്നത് ജർമ്മനി ഈസ് ഓൾസോ ഈക്വലി ഗുഡ്. അതും ഞാനത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ശരിയല്ല. കാരണം ജർമ്മനിയും ഒരു അമേരിക്കൻ എക്കണോമിയുടെ അത്ര ഇല്ലെങ്കിലും ജർമ്മനി ഈസ് ഓൾസോ ഹൈലി അഡ്വാൻസ്ഡ്. അവിടെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്നോവേഷൻ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ്. ഈ R&Dക്ക് ഒക്കെ ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഈ ജർമ്മനി. അപ്പം
ജർമ്മനിയിലാണെങ്കിലും നമുക്ക് ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ടെക്നിക്കൽ കോർ സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രാജ്യവും ജർമ്മനി. ആസ് എ ടെക്കി ഐ എം ഹാപ്പി ഈക്വലി ഇൻ ജർമ്മനി ആൻഡ് US. രണ്ടും ഈക്വലി നല്ല രാജ്യങ്ങളാണ്. നമുക്ക് വളരെ പറ്റിയ രാജ്യമാണ് രണ്ടും ബേസിക്കലി. പക്ഷെ ആൾക്കാർ ഈ കൂടുതൽ ഈ അമേരിക്കൻ ജർമ്മൻ ഡ്രീം എന്ന് പറയുന്നൊന്നുമില്ല, യൂറോപ്യൻ ഡ്രീം ഒന്നും പറയുന്നില്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ യൂറോപ്പിൽ ഈ പറയുന്ന പോലെ അല്ല അതിൻ്റെ അകത്ത് ഈ ബേസിക്കലി ചില അമേരിക്കൻ സിനിമകളുണ്ട്, അമേരിക്കൻ ഡ്രീം, പല ഹോളിവുഡ് മൂവീസൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് യൂറോപ്യൻസ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു ഡ്രീം ജസ്റ്റ് ഇന്ത്യക്കാരുടെ മാത്രമൊന്നുമല്ല അമേരിക്കൻ ഡ്രീം. യൂറോപ്പിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ അവൻ്റെ ഡ്രീം എന്ന് പറയാൻ അമേരിക്കയാണ്. ഇതാണ് കാരണം. ഇപ്പോൾ ഈ വളരാനുള്ള പോസിബിലിറ്റീസ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലാണ് പറയുന്നത്. അതായത് അമേരിക്ക വെച്ച് നമുക്ക് വേറെ ഗ്ലോബലി വേറെ ഒരു രാജ്യത്തെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. യൂറോപ്പ് വേറെ, ജർമ്മനി വേറെ, നമ്മൾ ഇതിന് രണ്ട് കണ്ടായിട്ട്. യൂറോപ്പ് ആസ് എ ഹോൾ അത്ര ഫാൻസി ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. കാരണം അധികം സ്ട്രഗ്ലിംഗ് എക്കണോമീസ് ആണ് യൂറോപ്പിൽ. ഇപ്പൊ ജർമ്മനി എന്ന് പറയുന്നത് ഒരു തമ്മിൽ ഒരു നല്ല ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കണോമി ജർമ്മനി. അവിടെ നമുക്ക് ഒരു ഫെർട്ടൈൽ എന്താ പറയുന്നത്, ഒരു ഫെർട്ടൈൽ ലാൻഡ് ഉണ്ട്. ആസ് എ ടെക്കി വളരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ജർമ്മനി. പക്ഷെ അതൊരിക്കലും US ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. US ഇസ് ഫാർ വേ ബിഗ് എക്കണോമി. അവിടെ ഇപ്പം US ഒരു ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇപ്പൊ എന്താ പറയുന്നത് അഡ്വാൻസ് ടെക്നോളജിയും കാര്യങ്ങളും ഒന്നും ഒരുപക്ഷെ യൂറോപ്പ് ആസ് എ ഹോൾ നോക്കിയാലും ഇല്ല, ഒരിക്കലും ഇല്ല. സത്യം, ദാറ്റ്സ് കറക്റ്റ്. ഇപ്പം ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യം ഈ സാൻ ഫ്രാൻസിസ്കോയിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ ക്ലസ്റ്റേഴ്സ് ഉണ്ടല്ലോ IT-യുമായിട്ട് ടെക്നോളജിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഗൂഗിളിൻ്റെ അവരുടെയൊക്കെ. അപ്പോൾ അവിടേക്ക് ഈ ഇന്ത്യക്കാർ മാത്രമുള്ള ഈ നെയ്ബർഹുഡുണ്ട് ആൾക്കാർ താമസിക്കുന്നത്. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ അത് ഇല്ലാതാവുന്നാണോ ഇതിന് പറയുന്നത്? ഇപ്പൊ ഈ H1B ഇപ്പൊ ഈ അധികവും വന്നേക്കുന്നത് H1B ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് ആണ് അധികവും. ഇതിന്റെ ഒരു ഫ്യൂച്ചറിന്റെ ഒക്കെ അടിസ്ഥാനമാക്കി ഇരിക്കും. കാരണം ഇത് അൺസർട്ടൻ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് അവരുടെയൊക്കെ എക്സിസ്റ്റൻസ് എങ്ങനെയാവും എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്. ഈ പറയുന്ന ഇന്ത്യൻസ് ഉള്ള നെയ്ബർഹുഡ് ഇപ്പൊ ഈ സിലിക്കൺ വാലിയിലൊക്കെ ഇഷ്ടംപോലെ ഇന്ത്യൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ആവും. കണ്ടമാനം പേരെ ഇത് അഫക്ട് ചെയ്യുന്ന കേസാണ്. ഇപ്പൊ കാനഡയിലാണെങ്കിലും ഇത് ഉണ്ട്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. US എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിസ സിസ്റ്റം വേറെയാണ്, കാനഡയിലെ സിസ്റ്റം വേറെയാണ്. അപ്പം ഈ H1B എന്ന് പറയുന്നതാണ് മെയിൻ ബ്രിഡ്ജ് ബേസിക്കലി ടെക്യുലറെ സംബന്ധിച്ച് US ഇന്ത്യ ബ്രിഡ്ജ്. അപ്പൊ അതിന്റെ ഒരു ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ സാറ് പറഞ്ഞ ഈ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത വർഷം അത് റിസോൾവ് ആകണമെന്നാണ്. കാരണം ഇത് ഇപ്പൊ ഇത്രയുമായി അടുത്ത വർഷം ഇത് റിസോൾവ് ആയില്ല എങ്കിൽ ഒരു വലിയ ഡെഫിനറ്റ് ആയിട്ട് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ തലമുറയ്ക്കും കാരണം ജോലിക്കാരെ ഭയങ്കരമായിട്ട് ബാധിക്കും. US ജീവിച്ച ഒരാൾക്കൊന്നും പ്രത്യേകിച്ച് 5-6 ഇയേഴ്സിന് വെള്ളത്തിൽ ജീവിച്ചവർക്കൊക്കെ റിട്ടേൺ ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന അവർ 1 lakhs crore സ്റ്റാർട്ടപ്പിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു IT പ്രൊഫഷണലായ താങ്കൾ ഇപ്പം ഈ അതേപോലെ മറ്റുള്ള H1Bക്കാർ 5 വർഷം 6 വർഷം അവിടെ അല്ലെ 10 വർഷം അവിടെ ജോലി ചെയ്തൊരാൾക്ക് ഇന്ത്യയിലോട്ട് തിരിച്ചു വന്ന് എന്ത് കുന്തമാണ് ഉള്ളത്? എന്നോട് ഓപ്പൺ ആയിട്ട് പറയണം. ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവരിപ്പോ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് സ്റ്റാർട്ടപ്പ് ചെയ്യാനാണ് ഇന്ത്യയിൽ വന്നിട്ട്? അതിനുള്ള എന്ത് എക്കോസിസ്റ്റം നമുക്ക് അവിടെ ഉണ്ട്? അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു ഗ്യാരണ്ടി തരണം മിനിമം. ഇപ്പം നിങ്ങൾ ഇന്നിന്ന ഒരു ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നിന്ന എന്താ പറയുന്നത് ഇന്നിന്ന മേഖലയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള ഇക്കോസിസ്റ്റം ഞങ്ങൾ റെഡിയാക്കി തരാം, നിങ്ങൾ അത് ബിൽഡ് ചെയ്യുക. ഇത് അങ്ങനെയുള്ള ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. അപ്പൊ ഇവര് വന്നിട്ട് ഇവർ എന്ത് ചെയ്യാനാണ്? ഇപ്പൊ ഇന്ത്യയിൽ ഒന്നാമത് നമ്മളൊരു മാനുഫാക്ചറിങ് കൺട്രി അല്ല, നമ്മൾ ഇപ്പോഴും ഒരു സർവീസ് സെക്ടറിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് മെയിൻലി. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം രീതിയിൽ നമുക്ക് എന്താ പറയുന്നത് തിരിച്ചു വന്നാലും ഒരു വലിയ ചോദ്യചിഹ്നമാണ് വാട്ട് നെക്സ്റ്റ്. കാരണം അതൊരു വലിയ അൺസർട്ടനിറ്റിയാണ്. പ്രത്യേകിച്ച് ഇപ്പം ഈ സിറ്റിയിൽ ഹൈദരാബാദും അല്ലെങ്കിൽ ബാംഗ്ലൂർ ഇവിടൊക്കെ ഉള്ളവരാണ് അധികവും ഈ പറയുന്ന US വന്നിരിക്കുന്നത്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഡൽഹി മെയിൻ മെട്രോ നഗരങ്ങളിലുള്ളവരാണ് അധികവും. ഇവരൊക്കെ മടങ്ങി വന്നാലും ഇവർക്ക് ചെയ്യാൻ അവിടെ ഒന്നും ഒരു പോസിബിലിറ്റി ഇല്ല. എന്ത് ചെയ്യണമെന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. ഗവൺമെന്റ് കൃത്യമായിട്ട് അവർക്കൊരു
റൂട്ട് മാപ്പ് കൊടുക്കണം. ലൈക്ക് ഇവിടെ വന്നാലും നിങ്ങൾക്ക് ഏതെല്ലാം ഏരിയയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഗവൺമെന്റ് റെഡിയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രോജക്റ്റ് ഗവൺമെന്റ് തന്നെ. അപ്പൊ അതൊന്നും ഇല്ലാതെ ഇവർ മടങ്ങി വന്നിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഒട്ടുമിക്ക ആൾക്കാർ അത് തന്നെയായിരിക്കും അവരുടെ അഭിപ്രായം. അത് അൾട്ടിമേറ്റ് ആയിട്ടൊരു കാര്യം കൃത്യമാണ്. അതായത് H1B വിസ റിസോൾവ് ചെയ്തില്ല എങ്കിൽ ഇന്ത്യയിലെ അർബൻ ക്ലാസ്സും ഈ പറയുന്ന IT-കാരെ ശരിക്കും ബാധിക്കും. അതായത് ഇന്ത്യയിലൊരു കുന്തവും നടക്കാൻ പോകുന്നത്. എനിവേ ദിനു, താങ്ക് യു വെരി മച്ച്. നല്ലൊരു കോൺവെർസേഷനാണ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു.